ഹായ് കൂട്ടുകാരെ, ഇതാണ് പൂച്ചപ്പഴം എന്ന് പറയുന്ന ചെടി. ഇത് ഞാൻ പിന്നെ 1.5 വർഷം മുമ്പ് ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ്. അന്ന് വളരെ ചെറിയതായിരുന്നു. അതിൻ്റെ ഒരു ശിഖരത്തിൻ്റെ വലിപ്പം ഉണ്ടായിരുന്നുള്ളൂ. ചെറിയൊരു കൂടയ്ക്കകത്തായിരുന്നു കിട്ടിയിരുന്നത്. അന്ന് ഒരു 175 രൂപയും പിന്നെ ഒരു പാർസൽ ചാർജ് ഒരു 50 രൂപയും കൂടെ കൊടുത്തു. അങ്ങനെ എനിക്ക് അയച്ച് കിട്ടിയ ചെടിയായിരുന്നു ഇത്. ഇതിനെ ഞാനിവിടെ കൊണ്ടുവന്നിട്ട് കുറച്ചുകൂടി ഒരാഴ്ച അങ്ങനെ തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്ത് തണലത്ത് വെച്ചു. ചെടി എന്ന് നമ്മുടെ ഇവിടുത്തെ നോർമൽ കാലാവസ്ഥയോടും ചേരുന്ന വരെ അങ്ങനെ ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ചെറിയ കൂട വാങ്ങി അതിലേക്ക് പിന്നെ ചകിരിച്ചോറും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് മണ്ണുമൊക്കെ കലർത്തി ചെറിയ ചാണകപ്പൊടിയൊക്കെ ഇട്ട് അതിലേക്ക് ഞാൻ മാറ്റി നട്ടു. പിന്നീട് ഇത് ഒരു മാസം അങ്ങനെ തന്നെ വളർച്ചയില്ലാതെ നിന്നു. പിന്നെ ക്രമേണ അതിന് ചെറിയ നാമ്പ് വന്നു വളർന്നു. അങ്ങനെ ഇതിപ്പം പിന്നെ ഒരു വർഷമായപ്പം ഞാനിതിനെ ഒരു പെയിൻറ്റ് ബക്കറ്റിലേക്ക് മാറ്റി നട്ടു. അടിയിൽ കുറച്ച് ഓടിൻ്റെ കഷ്ണമൊക്കെ പൊട്ടിച്ചിട്ടു. അതിന് മുകളിൽ കുറച്ച് ശകലം കുറച്ച് കരിയോ പുല്ലൊക്കെ കൂടിയും കൊടുത്തു. പിന്നെ ചാണകപ്പൊടി, ചകിരിച്ചോറ്, മണ്ണ് ഇതെല്ലാം കൂടി മിക്സാക്കി കൂടെ ഈ ബക്കറ്റ് ഞാൻ നിറച്ചു. എന്നിട്ട് ചെറിയൊരു കുഴി അതിൻ്റെ തന്നെ ചെറിയൊരു കുഴി എടുത്തിട്ട് ആ ബക്കറ്റ് നിറച്ചു. പിന്നീട് ആ കൂട് പൊട്ടിച്ച് ഇതിനകത്തേക്ക് വെക്കുകയും അതിൻ്റെ ചോടിൻ്റെ ലെവല് മൂടുന്നത് വരെ ചാണകപ്പൊടി മിക്സ്ചർ ഇടുകയും ചെയ്തു. പിന്നീട് ഇതിപ്പം അത് കഴിഞ്ഞ് ഒരു 5-6 മാസമായി. ഇപ്പം നല്ലപോലെ ഇത് പൂവിട്ടിട്ടുണ്ട്. ഇതിൽ കണ്ട് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഒരു തടി കണ്ടോ, വിരലിൻ്റെ വണ്ണം ആയി ഇതിൻ്റെ ചൂട്. ചെറിയ ബക്കറ്റാണ്, അവൈൻ്റെ ബക്കറ്റ് 20 ലിറ്ററിൻ്റെ ബക്കറ്റാണ്. ഇപ്പം നോക്കി അതിൻ്റെ ഓരോ കമ്പിൻ്റെ അറ്റത്ത് നല്ലപോലെ പൂത്തിട്ടുണ്ട്. ഇത് കാണാൻ നല്ല ഭംഗിയാണ്. ദൂരെ നിന്ന് കാണുമ്പോൾ നല്ല ഭംഗിയാണ് ഇത് നിൽക്കുന്നതാണ്. നല്ലൊരു ഓർണമെൻ്റൽ പ്ലാന്റാണ് ഇത്. ഇങ്ങനെ നിൽക്കുന്നതാണ് വളരെ അട്രാക്റ്റീവായിട്ടുള്ളൊരു പ്ലാന്റാണ്. നമുക്കെല്ലാ വീടിൻ്റെ മുറ്റത്ത് ഇത് വെക്കുവാണെങ്കിൽ നല്ല ഭംഗിയുണ്ട്. പണ്ട് കുട്ടികൾക്ക് വളരെ ഇഷ്ടമുള്ളൊരു കായായിരുന്നു ഇതിൻ്റെ കായ. ഇതെനിക്ക് വളരെ അട്രാക്റ്റീവാണ്. നല്ലൊരു പ്രത്യേക ഒരു ഗ്രീനിഷ് കളറാണ് ഇതിൻ്റെ ഇലയ്ക്ക്. പൂത്ത് നിൽക്കുന്ന കാണുമ്പോൾ നല്ല രസമാണ്. ഫുള്ള് പൂക്കളുണ്ടാവും. അപ്പോൾ ഇതിൽ കുറച്ച് കായ പിടിച്ചിട്ടുണ്ട്. ഞാൻ വയ്യെ കാണിക്കാം ഇതിൻ്റെ കായ. ഇത് പിന്നെ പൂച്ച കണ്ണ് ഇങ്ങനെ ഇരിക്കുന്ന പോലെ ഇരിക്കും. നല്ല രസമാണ്, നല്ല ബബിൾസ് പോലെ. ഇതുണ്ട് ഇതിൻ്റെ ഭംഗി. നല്ല രസമാണ് കാണാൻ. നല്ലൊരു ലുക്കുണ്ട് ഇത് കാണാൻ. ഇതിൻ്റെ ശിഖരങ്ങളൊക്കെ നോക്കിയാൽ ഞാൻ പിന്നെ ഇതിൻ്റെ അടിയിലെ കുറച്ച് ശിഖരങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞു. അല്ലെങ്കിൽ നമുക്ക് വളമിടാനും വെള്ളം ഒഴിക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് ഇതിൻ്റെ അടിയിലത്തെ കുറച്ച് ശിഖരങ്ങൾ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഞാൻ പിന്നെ ഇതിങ്ങോട്ട് മാറ്റി വെച്ച് നമുക്ക് വീഡിയോ എടുക്കാൻ സൗകര്യത്തിന് വേണ്ടി ഇരുന്ന പൊസിഷനിൽ ഇങ്ങോട്ട് ഇച്ചിരി മാറ്റി വെച്ചാണ് ഒറ്റയ്ക്ക്. വേറെ കുറേ ചെടികളുണ്ട് ഇതുപോലെ. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ പിന്നെ ഇതിൻ്റെ പുറകെ ഇട്ട് തരാം. ഇപ്പം ഇതിനെപ്പറ്റി നമുക്ക് ഇതിന് വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് നീക്കി വെച്ചത്. ഇതിൻ്റെ ഫ്രൂട്ട്സ് നോക്കട്ടെ. ഇതിൻ്റെ ഫ്രൂട്ട്സ് എവിടെ ഈ സൈഡിലുണ്ടായിരുന്നു? ഇതിൻ്റെ ഫ്രൂട്ട്സ് രണ്ട് ചെറിയ ഫ്രൂട്ട്സാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതല്ലേ പൂച്ചയുടെ കണ്ണ് പോലെ നല്ല വിരിഞ്ഞ് ഇരിക്കുന്ന 2 ഫ്രൂട്ട്സ് ഉണ്ടാവും. നല്ല രസമുണ്ട്. പല്ലിമുട്ട പോലെയുണ്ട്. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫ്രൂട്ട്സ്. പക്ഷേ ഇത് മുഴുവൻ നിറയെ ഇങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ വളരെ രസമാണ് കാണാൻ. ഇപ്പം തന്നെ കാണുമ്പോൾ നല്ല രസമല്ലേ, പല്ലിമുട്ട ഇരിക്കുന്ന പോലെ. അതിൽ ഇച്ചിരി കൂടെ വലിപ്പമുണ്ട്. ഇതുണ്ടോ, നല്ല ഭംഗിയാണ് കാണാൻ, നല്ല ഭംഗിയാണ്. ഞാൻ ഒരെണ്ണം എടുത്ത് പറിച്ച് തിന്ന് നോക്കി. ഒരു ചാമ്പങ്ങയുടെ ഒരു ടേസ്റ്റൊക്കെ ഉണ്ട്. എന്നാലും നമുക്ക് അത്ര ഫ്രഷൊന്നുമില്ല. ഉള്ളിലൊരു കുരുവുണ്ട്. ശരി, കുട്ടികൾക്കൊക്കെ വളരെ താല്പര്യമാണിത്. ഒരു നേരം പോക്കിന് എടുത്ത് പറിച്ച് തിന്നാം. പണ്ട് എല്ലാ പറമ്പിലുമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ നിന്ന് പോയി. ഇപ്പോൾ നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങി വയ്ക്കേണ്ട ഒരു ചെടിയായി മാറിയിരിക്കുകയാണ്. എനിക്ക് നല്ല ഭംഗിയാണ് ഇതൊക്കെ കാണാൻ. രാത്രിയിലൊക്കെ ഇത് നല്ല അട്രാക്റ്റീവായിട്ട് കാണും. ഇതിന് വെട്ടമൊക്കെ അടിച്ച് നോക്കുമ്പോൾ നല്ല തിളങ്ങിയിരിക്കും വെള്ളം, ബൾബ് തെളിഞ്ഞിരിക്കുന്ന പോലെ ഉണ്ടാവും. എത്ര ലുക്കാണ് കാണാൻ. ഇത് ഫുള്ള് ഇങ്ങനെ കായ്ക്കുവാണെങ്കിൽ നിറയെ പൂവിടും കേട്ടോ, ഫുള്ള് പൂവിടും. ഇതിങ്ങനെ മൊത്തം ഇങ്ങനെ കായ പിടിച്ച് കഴിഞ്ഞാൽ നല്ല രസം. ഇതിപ്പോൾ ആദ്യമായിട്ട് പൂത്തുകൊണ്ടാണ് ഈ കായ കുറവ് പിടിച്ചത്. പിന്നെ ഇതിൻ്റെ അപ്പുറത്തെ മറുസൈഡിൽ 1-2 കൂടെ ഉണ്ട് കായ. 2 കായും കൂടെ ഉണ്ട്. ഇതിൻ്റെ ഇല ചിലപ്പം ഒരു തരം പ്രാണിയുണ്ട്. അത് ഇല കട്ട് ചെയ്ത് കഴിക്കുമായിരുന്നു നേരത്തെ. ഇപ്പം അതില്ല. നേരെ ഞാൻ ഓടിച്ചു വന്നു.
ഇതുണ്ട് അതിന് പൂവുണ്ട്, നല്ല രസമുണ്ട്. നല്ല ഫുള്ള് പൂവാവും, ഫുള്ള് മൊത്തം നിറയെ പൂക്കും ഇത്. ഇപ്പോൾ ഇത് പൂക്കുന്ന സമയമാണ്. വേണ്ട, നല്ല പൂവുണ്ടോ, നിറയെ പൂക്കും. അത് കുറച്ച് കഴിയുമ്പോൾ ഇത് ഇത്തിരി പ്രായം കുറവായതുകൊണ്ടാണ് 1.5 വർഷം അതിലേ ആയുള്ളൂ. ഇത് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഈ പൂവെല്ലാം കായ പിടിക്കും. മൊത്തം നല്ല രസമായിരിക്കും കാണാൻ, ഫുള്ള് നല്ല രസമായിരിക്കും കാണാൻ. നല്ല ചെറിയ പല്ലിമുട്ട പോലെ നല്ല രസമാണ് കാണാനത്, ഭംഗിയായിട്ട് നിൽക്കുന്നതാണ്. ഞാൻ കണ്ടിട്ടുണ്ട് ഇത് പൂത്ത് നിൽക്കുന്നത് ഒരു സ്ഥലത്ത്. അത് ഫുള്ള് കായ പിടിച്ച് നിൽക്കുന്നത് നല്ല രസമാണ്. അത് വെളുത്ത് മഞ്ഞ് വീണ പോലെ മഞ്ഞ് പൊതിച്ച് നിൽക്കുന്ന പോലെ നിൽക്കും. നല്ല ഭംഗിയാണ് കാണാൻ. നിങ്ങൾക്ക് പിന്നെ ഇത് സാധനം നഴ്സറിയിൽ പോയി കഴിഞ്ഞാൽ വാങ്ങാൻ കിട്ടും, ചെറിയ പൈസയുള്ളൂ. ഇപ്പം അന്ന് ഞാൻ മേടിച്ചപ്പം 175 രൂപയും പാഴ്സൽ ചാർജ് ഒരു 50-60 രൂപയാണ് കൊടുത്തു. ഇപ്പോൾ ഇതിന് അത്രയും വില കാണില്ല, കാരണം ഇപ്പം കുറച്ചുകൂടെ ആൾക്കാരുടെ വീട്ടിലെല്ലാം ആയിട്ടുണ്ട്. എല്ലാ വീട്ടിലും ഏകദേശം ആയി. ഇപ്പോൾ ഒരു 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ പ്ലാന്റ് കിട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഇത് പിന്നെ പ്ലാന്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, വീടുകളിലൊക്കെ ഒന്ന് വെച്ച്. എന്നാൽ നല്ല ലുക്കാണ് കാണാൻ, ഒരു അട്രാക്റ്റീവ്, ഒരു ഓർണമെൻ്റൽ പ്ലാന്റാണ്, വളരെ അട്രാക്റ്റീവാണ് ഇത് കാണാൻ. ഇതാ പെയിൻറ്റ് ബക്കറ്റ് വെച്ചതുകൊണ്ടാണ് നമുക്കൊരു ഇച്ചിരി ഒരു ലുക്ക് കുറവ്. നല്ലൊരു നിലത്ത് വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് വെക്കുവാണെങ്കിൽ നല്ല ഭംഗിയുണ്ട്. അത് ഞാൻ പൈപ്പിട്ടേക്കുന്നതാണ്, ഇതിൻ്റെ അകത്ത് വെള്ളം പുറത്തേക്ക് പോകാൻ വേണ്ടി. നേരത്തെ ഞാനിത് ടെറസിൻ്റെ മുകളിലായിരുന്നു വെച്ചിരുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊരു പൈപ്പ് കൊടുത്തിട്ട് ടെറസിൽ വെള്ളം വീഴാതെ പുറത്തേക്ക് പൈപ്പിട്ടേക്കുമായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ എടുത്ത് താഴെ കൊണ്ട് വെച്ചാണ്. അപ്പം ഇങ്ങനെ ഇടുവാണെങ്കിൽ വെള്ളം ഒരു 3/4 ഇഞ്ചിൻ്റെ ഒരു ടാങ്ക് കണക്ടറാണത്. അതിടുവാണെങ്കിൽ വെള്ളം മൊത്തം ആ പൈപ്പിൽ കൂടെ പുറത്തേക്ക് പോകണം. വേറെ ഹോൾസ് നമുക്ക് അതിന് ഇടേണ്ട ആവശ്യമില്ല, കാരണം അത്രയും വലുപ്പമുള്ള ഒരു ടാങ്ക് കണക്ടറാണത്. അടിയിൽ ഞാൻ ഓടിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓടിൻ്റെ ഇടയ്ക്കൂടെ വെള്ളം ഇറങ്ങി അടിയിൽ കെട്ടി നിൽക്കില്ല, ട്രെയിനായി പോയിക്കോളും. മുകളിൽ ഞാൻ പിന്നെ കുറച്ച് കരികിലൊക്കെ ഇട്ടിട്ടുണ്ട്, കാരണം വെള്ളം ഒഴിക്കുമ്പം അത് തറച്ച് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ കരികില ഇട്ടേക്കുന്നത്. നമ്മളൊന്ന് വെള്ളം ഒഴിക്കുമ്പോൾ അല്ലെങ്കിൽ പിന്നെ ആ മണ്ണ് തറച്ച് പോകും, പിന്നെ വെള്ളം അതിലേക്ക് ഇറങ്ങി പോകില്ല. അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് കുറച്ച് കരികിലൊക്കെ മുകളിൽ ഞാൻ ഇട്ടേക്കുന്നത്. പിന്നെ മാത്രമല്ല, വെള്ളം വെയിലടിച്ചിട്ട് ചൂട് ഡ്രൈ ആകാതെ ഇരുന്നാലും ഈർപ്പം നിലനിൽക്കും, അതിനൊക്കെയാണ് കരികില ഇട്ടേക്കുന്നത്. എല്ലാം എന്നാ രസമാണ് കാണാൻ, നല്ല ഭംഗിയല്ലേ അത്. അല്ല, ഇത് മുഴുവൻ ഇങ്ങനെ ആയി നിൽക്കുവാണെങ്കിൽ വളരെ അട്രാക്റ്റീവാണ്. നമ്മൾ നോക്കുന്നു പോകും ഈ ചെടിയെ, അത്ര അട്രാക്റ്റീവാണ്. കഴിക്കുമ്പം വലിയ ടേസ്റ്റ് എന്ന് പറയാനില്ല, ചാമ്പങ്ങ നമ്മൾ കഴിക്കുന്ന പോലെ ചെറിയൊരു ചാമ്പങ്ങ കഴിക്കുന്ന ടേസ്റ്റേ ഉണ്ടാവുള്ളൂ. പക്ഷേ കാണാനുള്ള ഭംഗിയാണ് ഈ ചെടിയെ നമ്മൾ കൂടുതൽ അട്രാക്റ്റീവ് ആക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് കൂടി ഓരോ ചെടി നിങ്ങളെല്ലാവരും വീട്ടിൽ മേടിച്ച് വെക്കുക. നമുക്ക് വീട് ആകർഷണീയമാക്കുക, മുറ്റം ആകർഷണീയമാക്കുക. നമ്മുടെ വീട്ടിൽ വരുന്ന കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്രദമാവും ഇതിൻ്റെ കായ. താങ്ക് യു.